ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ സൂ കാണാൻ പോവുകയാണ്. അതിന് ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. ഇനി ആദ്യം കാണുന്നത് സിംഹവാലം കുരങ്ങാണ്. അത്യാവശ്യം വലിയ രീതിയിലാണ് അതിനവിടെ ഇട്ടേക്കുന്നത്. ഊഞ്ഞാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് കളിക്കാനായിട്ടായിരിക്കും. ഞങ്ങൾ പോയപ്പോഴത്തേന് 2 എണ്ണം മാത്രമേ പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് കണ്ടു. ഇനി അടുത്തത് കാട്ടുപോത്താണ്. പശുവർഗത്തിലുള്ള ഏറ്റവും വലിയ മൃഗമെന്നാണ് അറിയപ്പെടുന്നത് കാട്ടുപോത്ത്. പിന്നെ പാറ പോലൊക്കെ അവിടെ നിന്ന് അവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബംഗാൾ കഴുകനെ കാണാം. ഇത് 2 എണ്ണമാണ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അത് ഒരു തരത്തിലും പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനൊരു പ്രത്യേക തരത്തിലുള്ള 2 ട്രീ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പേരാണ് പപ്പട മരം. അതിൻ്റെ ഇല പ്രത്യേക രീതിയിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പേര് വന്നേ. അങ്ങനെ ഗസ് ട്രീ എന്നും അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ. ഇനി അടുത്തായിട്ടുള്ള മഴ മരമാണ്. അത്യാവശ്യം വലിയ മരമാണ് കേട്ടോ അത്. അതിൻ്റെ ഇലകളൊക്കെ കണ്ടാൽ മഴത്തുള്ളി വീഴും പോലെ തോന്നും കേട്ടോ. തൂങ്ങി കിടക്കുകയാണ്. ഒരു പ്രത്യേകത തോന്നിയോണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. എല്ലാ മരത്തിനും അതിന് പേരിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇനി ഔളിനെയാണ് കാണിച്ചേക്കുന്നത്. അടുത്തതായിട്ട് ഗ്രേ പാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അടുത്തിന് മരത്തിന് ചില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ആയിരിക്കും. ഇടയ്ക്കൊക്കെ അത് സൗണ്ട് വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ടുള്ള ആമസോൺ തത്തയാണ്. ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അല ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തായിട്ടുള്ള വാട്ടർ ബേർഡ്സ് ആണ്. അതിൻ്റെ എല്ലാം പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വലിയ കൂട്ടിനകത്ത് ഒരു കുളമൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ കൂട്ടിനകത്താണ് ഈ ബേർഡ്സിനെയൊക്കെ ഇട്ടേക്കുന്നത്. ചിലതൊക്കെ കുളിച്ചിട്ട് പറന്ന് നടക്കുന്നുണ്ട് അതിന് ചുറ്റുമായിട്ട്. ഒരെണ്ണമാണെ അലയെടുത്ത് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. കുറച്ചെണ്ണം വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഗുഹ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി അടുത്തായിട്ടുള്ള ഹിപ്പോപ്പൊട്ടാമസ് ആയിരുന്നേ. അത് വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ല, വെള്ളത്തിൽ തന്നെ കിടക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അത് വെള്ളത്തിൽ നിന്ന് കയറുന്ന കാണാൻ. പിന്നെ അവിടെ ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് പുല്ലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് അതിന് ഫുഡ് കൊടുക്കാം കേട്ടോ. പച്ചില നല്ലതൊന്നുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ചു നേരം ഞങ്ങളവിടെ ഇരുന്നു. പിന്നെ ഒരു മാനുണ്ടല്ലേ, അതിൻ്റെ സ്ലാബിൽ നിന്ന് എങ്ങനെ താഴെ വീണ് ഒരു മാൻകുട്ടിയാണെന്ന് തോന്നുന്നു. അതിന് പക്ഷേ കയറാൻ പറ്റുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. പിന്നെ ലയൺ ടൈഗറിൻ്റെ സെഷനായിരുന്നേ. പിന്നെ ബട്ടർഫ്ലൈ പാർക്കുണ്ട്. ചെറിയ ഒരു
പാലം പോലൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലൂടെ നമുക്ക് അതിലേക്കൂടെ നടക്കാം. ചെറിയൊരു വെള്ളച്ചാട്ടം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പോണ്ട് പോലൊക്കെ ചെയ്തിട്ട്. പിന്നെ എമു ഉണ്ടായിരുന്നു. റെപ്റ്റൈൽസിൻ്റെ സെഷനിൽ പക്ഷേ അതിനുള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.